അപ്പോൾ ലണ്ടനിൽ അല്ലെങ്കിൽ UK റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ പെട്രോളിംഗ് ആരംഭിക്കുമെന്നും സീറോ ടോളറൻസ് ആയിരിക്കുമെന്നും ഗവൺമെൻറ് നയമെന്നും അദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കും എന്നൊരു ഭയം ഓരോ അക്രമിയിലും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാനും അവർ ചോദ്യം ചെയ്യാനും ഒക്കെ പോലീസിന് പ്രത്യേക അധികാരവും കൂടുതൽ പവറും നൽകുമെന്നും ഫരാജ് പറയുകയും കുടിയേറ്റ പ്രശ്നങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി മാറുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന സാധ്യത തന്നെയാണ് നൈജൽ ഫരാജയുടെ ഒരു തുറന്ന ആക്രമണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. പുതിയ ലേബർ പാർട്ടി വന്നതിന് ശേഷം ലണ്ടനിലെ ജീവിത ചെലവ് കുത്തനെ വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഫരാജ് ആരോപിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കടുത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇത് നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. സാധാരണക്കാരൻ്റെ പോക്കറ്റിനെ ബാധിക്കുന്ന പ്രശ്നമാണ് കുതിച്ചു വരുന്ന വാടക ചെലവ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ലണ്ടനിലൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള റെൻറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബിൽസിനൊക്കെ നല്ല ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് റീഫോം പാർട്ടി ബാധ്യസ്ഥരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.